Hello everyone, welcome back to Story World Up. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ നന്ദിയുണ്ട്. കാരണം നിങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഷെയർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എൻ്റെ വീഡിയോസ് കുറച്ച് പേരിലൂടെ അത് എത്തിപ്പെടാൻ ഈസി ആയിട്ടിരിക്കും. സോ പ്ലീസ് അങ്ങനെ ഒന്ന് ശ്രമിക്കുക. അടുത്തതായിട്ട് ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടന്ന കുറച്ച് ഇൻസിഡൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സിൽ ഒരു 70% എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. സോ അവർക്കറിയാവുന്ന ഇൻസിഡൻറ്റും ആയിരിക്കും, ചിലതൊക്കെ അവർക്കറിയാത്ത ഇൻസിഡൻസും ആയിരിക്കാം. എനിവേസ് നമുക്ക് വൈകിപ്പിക്കണ്ട അല്ലേ, സ്റ്റോറിയിലോട്ട് പോയാലോ. സോ എൻ്റെ സ്റ്റോറിക്ക് മുമ്പായിട്ട് അവൻ എന്തോ പറയാനുണ്ടെന്നാണ്. സോ അവൻ പറഞ്ഞിട്ട് ഞാൻ പറയും. The turtle and the rabbit. The rabbit was very jealous at the turtle. The rabbit thought the turtle is too slow to win the race, so he laughed at him. Then the turtle became still happy, but he said, "I will win because you are a slowpoke." Then the turtle laughed. Then they went to one race. Then they saw so many animals surrounding the finish line. Then the rabbit was sleeping under a tree. Then the turtles went and he went. Okay. സോ നമുക്ക് ഫസ്റ്റ് ഇൻസിഡൻറ്റിലോട്ട് പോകാം. ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്നത് എൻ്റെ അമ്മയുടെ നാട്ടിലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ വളരെ ചുരുക്കം വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ വയലുകളാണ്. അപ്പോൾ ഈ വയലുകളുടെ ഇടയിൽ തന്നെ ഒരു യക്ഷിയമ്മ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠ അവരവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കോമൺ ആയിട്ട് തേങ്ങ വെട്ടി കൊടുക്കുന്ന ഒരു മാമനുണ്ട്. ആ മാമൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അപ്പോൾ ആ മാമനുണ്ട്. ആ മാമൻ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം തേങ്ങയൊക്കെ വെട്ടിയിട്ട് ഈ യക്ഷിയമ്മയുടെ കോവിൽ വഴി വരികയായിരുന്നു. വരുന്ന സമയത്ത് ഈ അവരുടെ ഇതുണ്ടല്ലോ, എന്താണ് ഈ കമ്പൊക്കെ ഊന്നി വെച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ, കോവിലല്ല, ഒരു കാവാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഉരുളി ഇരിക്കുന്നത് കണ്ടു. അതും സ്വർണ്ണ ഉരുളി ഇരിക്കുന്നത് ഈ മാമൻ കണ്ടു. ഈ മാമൻ കണ്ടത് ശരി എന്താണെന്ന് ക്യൂരിയോസിറ്റിയിൽ പോയി എടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ വെയിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ശക്തിയായിട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ പൊങ്ങുന്നില്ല. അവസാനം എങ്ങനെയോ അത് കയ്യിലെടുത്തൊന്നും എവിടെ നിന്നറിയാത്ത ഒരു പാമ്പ് ആ മാമനെ വിരട്ടുകയായിരുന്നു. ആ മാമൻ ആ ഉരുളിയും വേണ്ട ഒന്നും വേണ്ട എന്ന് അവിടെ ഇട്ടിട്ട് ഓടുകയായിരുന്നു. ഓടി നേരെ വന്നത് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. കാരണം അടുത്തത് അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് തേങ്ങ വെട്ടേണ്ടത്. അതുകൊണ്ട് അവിടെയൊക്കെയാണ് വന്നതും വെള്ളം വേണമെന്നൊക്കെ ചെയ്ത സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴാണ്, അതായത് ഇങ്ങനെ ഉരുളി കണ്ടു, ഇങ്ങനെ എടുക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇത് ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം എല്ലാവരും കുറച്ച് പേരൊക്കെ പോയി അവിടെ നോക്കി അങ്ങനെ ഒരു ഉരുളി ഉണ്ടോ എന്നൊക്കെ പോയി നോക്കി. അങ്ങനെ ഒന്നും തന്നെ ഇല്ല അവിടെ. അപ്പോൾ ഇത് ലൈവായിട്ട് നടന്നതാണ് ഇത്. അപ്പോൾ അവർ പറയാണ്, ഒരാൾ ഒന്നുമില്ലാതെ ഇങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ അല്ലേ. ഇതാണ് ഒരു ഇൻസിഡൻറ്റ്. അടുത്ത ഇൻസിഡൻറ്റ് എൻ്റെ അമ്മയ്ക്കൊക്കെ നടന്നതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ വയലെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇവർ പറയുന്നത് ഈ വെള്ളം ഇങ്ങനെ ഊറി വരുമല്ലോ, അതിന് ഊറ്റെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ കേവ് പോലെ ഉണ്ട്. ആ കേവിൽ ഇങ്ങനെ വെള്ളം പോലെ വരും, അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഒരു സന്ധ്യ ആയ സമയത്ത് പണ്ടൊക്കെ ഉത്സവം കാണാനായിട്ട്, അതായത് ദൂരെ കോവിലൊക്കെ ആണെങ്കിലും അതായത് അടുത്ത സ്ഥലത്തൊക്കെ ആണെങ്കിലും ഇവർ പോയി എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ പോയി ഉത്സവം കാണാറുണ്ട്. കാരണം പണ്ടൊന്നും TV അങ്ങനെയൊന്നും ഭയങ്കര പോപ്പുലർ അല്ലല്ലോ. അപ്പോൾ അവരുടെ ആകെ എൻ്റർടൈൻമെൻറ്റ് ഈ ഉത്സവങ്ങളാണ്. അതിൽ നാടകം വരും, ഫിലിം ഇടും, അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പോൾ ഇവർ അവിടുത്തെ ഉത്സവത്തിന് പോകാൻ വേണ്ടി ഇവർ കുറച്ച് ഗ്രൂപ്പ് ഫ്രണ്ട്സൊക്കെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഈ വയൽ വഴി പോയി ആ ഊറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പോയ സമയത്ത് ഇവരാണെങ്കിൽ അയാൾ തിരികെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം
ഇവർ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇവർ ഒരു 1 അവറെങ്കിലും വെയിറ്റ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് നിന്ന് ആരും തന്നെ പോയ ആൾ തിരികെ വന്നതേ ഇല്ല. അപ്പോൾ ഇവർ കരുതി ഇനി അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കരുതും എന്തുകൊണ്ടാണ് അയാൾ ഇരുന്നാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന് പറയാം. പണ്ടൊന്നും ബാത്റൂമൊന്നും എല്ലാ വീട്ടിലും ഇല്ലല്ലോ. അപ്പോൾ പറമ്പിലൊക്കെ പോയിട്ട് അവിടെ ആയിരിക്കും പോയി വാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആരോ പോയതാണ്. സോ ഈ കുറേ പെൺപിള്ളേർ അവിടെ പോകുമ്പോൾ അയാൾക്കൊരു ഹെസിറ്റേഷൻ വേണ്ടാന്ന് പറഞ്ഞാണ് അയാൾ തിരികെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ തിരികെ പോയിട്ടേ ഇല്ല. ഇവർ 1 അവർ വെയിറ്റ് ചെയ്തു. 1 അവറായിട്ടും പോയിട്ടില്ല. അങ്ങനെ എന്താണ് ഇവർ വിചാരിച്ചു ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്താവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. പക്ഷേ ഇവർ അടുത്ത് പോയ സമയത്ത് അങ്ങനെ ആരും തന്നെ അവിടെ ഇല്ല. ആലോചിച്ച് നോക്കണേ, എന്തൊരിതാണ് ഇത്. എൻ്റെ അമ്മയ്ക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ്, ഇതിൽ അമ്മയും ഉണ്ട്. ഇതാണ് അടുത്ത ഇൻസിഡൻറ്റ്. അടുത്ത 3ാമത്തെ ഇൻസിഡൻറ്റ് ഞാൻ എൻ്റെ ഷോർട്സിൽ റീൽസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ്വർക്കൊക്കെ ഭയങ്കര കഷ്ടമാണ് അവിടെ കിട്ടാനായിട്ട് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ. അതുകൊണ്ട് നമുക്ക് പുറത്ത് വന്ന് നിന്ന് തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് BSNL പോലും നമ്മൾ പുറത്ത് വന്നാലേ കിട്ടുള്ളൂ നെറ്റ്വർക്ക്, അല്ലാതെ വീടിൻ്റെ അകത്തിരുന്നാൽ കിട്ടത്തില്ല. അങ്ങനെ അവിടെ ഒരു ഊഞ്ഞാൽ, ബദാം മരത്തിൻ്റെ മുട്ടിലൊരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലിലിരുന്ന് സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ പുറകിൽ ഒരു കല്ല് വീണു. ഇനി ആ സ്ഥലം കൂടെ എങ്ങനെയാണെന്ന് പറയാം. എൻ്റെ അമ്മൂമ്മയുടെ വീടാണ് അവസാനമുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയയുടെ അവസാനം ഇരിക്കുന്നത് എൻ്റെ അമ്മൂമ്മയുടെ വീടാണ്. അത് കഴിഞ്ഞാൽ ഫുൾ ഇപ്പോൾ റബ്ബർ മരങ്ങളാണ്. ഫുൾ റബ്ബർ മരങ്ങളും കാട് പോലെയാണ്. അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഈ സൈഡും അങ്ങനെയാണ്, ഈ സൈഡും അങ്ങനെയാണ്. ആകെ ഉള്ളത് എൻ്റെ അമ്മൂമ്മയുടെ വീടിൻ്റെ പുറകുവശത്താണ് എൻ്റെ അപ്പൂപ്പൻ്റെ അനിയന്മാരൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം വീടുകളും ലൈറ്റുകളൊക്കെ ഉണ്ട്. ബാക്കി 3 സൈഡിലും ലൈറ്റുകളോ വീടോ ഒന്നും തന്നെയില്ല. ഫുൾ മരങ്ങളും കാടുകളുമാണ്. അപ്പോൾ പെട്ടെന്ന് അതും ഈ അമ്മൂമ്മയുടെ വീടിൻ്റെ ഈ സൈഡുള്ളത്, അതായത് ലെഫ്റ്റ് സൈഡുള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അവിടെ തന്നെ പെട്ടെന്നൊന്നും ആരും രാത്രി ഒന്നും വരാൻ സാധ്യതയേയില്ല. കാരണം ഫുൾ ഗേറ്റൊക്കെ പൂട്ടി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഈ കല്ല് എന്നെ എറിഞ്ഞതും ഈ ഭാഗത്തിൽ നിന്നാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എനിക്ക് കല്ലെറിഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പന് ഇങ്ങനെ ഫണ്ണായിട്ടൊക്കെ ഇങ്ങനെ കല്ലെറിയുക, ഇങ്ങനെ പേടിപ്പിക്കുക എന്നുള്ള സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ അപ്പൂപ്പനായിരിക്കും ഇങ്ങനെ കല്ലെറിയുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും ഇതുപോലെ എൻ്റെ ദേഹത്ത് കല്ല് വീണു. ആക്ച്വലി ഞാൻ കല്ലെന്നുപരി ഞാൻ വിചാരിച്ചിരുന്നത് ബദാം വീഴുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ പക്ഷെ തറയിൽ നോക്കുന്ന സമയത്ത് ബദാമൊന്നുമല്ല, ഈ കരിങ്കല്ലാണ് കിടക്കുന്നത്. ആക്ച്വലി നമ്മളെ വീട്ടിൽ വേറെ ഒരിടത്തും കരിങ്കല്ലില്ല. വെറും 2 കരിങ്കല്ല് മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ. ചെറിയ 2 കരിങ്കല്ല്, വേറെ ഒരു കല്ലും കരിങ്കല്ലല്ല, സാധാരണ കല്ലുകളാണ്. എനിക്ക് ഇതുകൂടായപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ അകത്ത് പോയി. സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഇൻസിഡൻ്റൊക്കെ നടക്കുന്നത് ഒരു 8 മണി 8:30 സമയത്താണ്. ഞാൻ ഇങ്ങനെ കുഞ്ഞമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, കുഞ്ഞമ്മ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ഒരു കല്ല് കിട്ടി. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു അത് അപ്പൂപ്പനായിരിക്കും ഇങ്ങനെ പേടിപ്പെടുത്താനെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുഞ്ഞമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്കറിയോ എനിക്കും ഇതേപോലെ കല്ല് പോലെ ഇങ്ങനെ എറിയുന്നത് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അകത്ത് കയറിയത് എന്ന് കുഞ്ഞമ്മ പറഞ്ഞു. അപ്പോഴും ഒരു കിടുക്കം കിടക്കി. പക്ഷേ പിന്നെ കുറേ ദിവസത്തേക്ക് നൈറ്റ് വെളിയിലിറങ്ങി ഫോൺ ചെയ്യുന്നതേ ഇല്ല. ആരെ ഫോൺ ചെയ്യുന്നതാണെങ്കിലും ഒരു 6 o'clock മുമ്പേ ഫോൺ ചെയ്യുമായിരുന്നു. ഇതാണ് വേറൊരു ഇൻസിഡൻറ്റ്. അപ്പോൾ ഇനിയും കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ വന്ന് ഒരു 30 minutes ഒക്കെ പോകും. സോ നമുക്ക് അടുത്ത് സെക്കൻഡ് പാർട്ടിൽ കാണാം. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനൊക്കെ താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Take my time, pull you in closer, we kiss and you slower, you'll still be mine if I